ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ്. കുറേ ദിവസമായില്ലേ എന്നെ ഇങ്ങനെ കൊച്ചടുക്കളയിലും വർത്താനം പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ കാഷ്വലായിട്ട് ഇങ്ങനെ ഞാൻ നടക്കുകയാണ്. അപ്പോൾ രാത്രി ഞാൻ വിചാരിച്ചു കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്ന്. ഇന്ന് വലിയ ജോലി തിരക്കൊന്നും ഇല്ലാതെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വീട്ടമ്മയ്ക്ക് ജോലി എളുപ്പമാക്കുക എന്നുള്ളതാണല്ലോ കിച്ചൺ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പാടുള്ള കാര്യം എന്താണ്? വെളുത്തുള്ളി തൊലിക്കൽ. പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലിച്ചെടുക്കാം. കുറേ പരിപാടികളുണ്ട്. ഇങ്ങനെ എണ്ണ തടവിയിട്ടെടുക്കാം. ഒരുപാട് പരിപാടികളുണ്ട്. അതിലൊരു സിമ്പിൾ മെത്തേഡാണിത്. ഇതിപ്പോൾ മൈക്രോവേവ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ മൈക്രോവേവ് ഓവനുള്ള ആൾക്കാർ മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് ഇങ്ങനെ ഒരു പാത്രത്തിലെടുക്കുന്നു. മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റുന്നൊരു പാത്രം. ഓക്കെ, അതിനകത്ത് ഇതിപ്പോൾ ഞാൻ ഒരുണ്ട വെളുത്തുള്ളി ഇങ്ങനെ വലിയ ഇതളുകൾ അതിൻ്റെ ആ ഫ്ലേക്സ് ഇങ്ങനെ എടുത്തു. ഇത്രേ ഉള്ളൂ. ഇളക്കിയിട്ടു. തൊലി കളയുക എന്നുള്ളതാണ് ചാലഞ്ച്. അപ്പോൾ ഇനി ഇത് നേരെ മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് അത്രയും വയ്ക്കാം. അങ്ങനെ മൈക്രോവേവിൽ വെച്ചിട്ട് 30 സെക്കൻഡ്സ് നമുക്ക് അകത്തിങ്ങനെ പൊട്ടി ഇങ്ങനെ ടപ്പ് 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 ശബ്ദം കേൾക്കാം ആ സമയത്ത്. കാര്യം എന്താ വെച്ചാൽ ആ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും ഭാഗത്തേക്കൊക്കെ. അത് സ്പ്ലിറ്റായി സ്വന്തമായിട്ട് തന്നെ കുറേ ആ സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് വരും. അല്പം തണുത്തിട്ട് സ്കിന്ന് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന സമയത്ത് അത്ര തണുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇതിപ്പോൾ സ്വന്തമായിട്ട് അതിൻ്റെ സ്കിന്ന് വേർപെട്ട് വന്നതാണ്. ഒരു പൊട്ടൽ കേട്ട സമയത്ത് അത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. ഞാൻ അതൊന്നും എടുത്തതാണ്. നമ്മൾ വെച്ച പാത്രത്തിന് അതൊന്ന് പുറത്തേക്ക് ചാടും. അതിൽ നിന്ന് ഇങ്ങനെ ഈസിയാണ്. ഇറങ്ങി വരാത്തതിനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഫീലായി കിട്ടും. ഒരു ഈസി മെത്തേഡല്ലേ, വെരി ഈസി. ഒരു പാത്രത്തിലേക്കാകട്ടെ. ഇനി ഇളകി വന്നിരിക്കുന്നുണ്ടോ? അല്പം ഒന്ന് തണുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് എമർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇതിനെക്കാട്ടി എളുപ്പത്തിൽ എങ്ങനെ സ്കിൻ കളയാൻ പറ്റും? നല്ല എളുപ്പമല്ലേ? പാത്രം വേണമെങ്കിൽ ഒരടപ്പ് വെച്ച് അടച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ പുറത്തേക്ക് ചാടി പോകത്തില്ല. അങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഗാർലിക് പിക്കിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അച്ചാറിൽ നമുക്ക് കുറേ വെളുത്തുള്ളി വേണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എത്ര വേണം 200-300 ഗ്രാമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്തിട്ട് ചെയ്താലും മതി. ഓക്കെ, ഈസി. അപ്പോൾ ഒരു ടിപ്പ് ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് നാരങ്ങ, നമ്മുടെ ചെറുനാരങ്ങ പ്രിസേർവിങ്. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. ന്യൂസ് പേപ്പർ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് പൊതിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിനകത്താക്കി നല്ല എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതിരിക്കും. ഇനി വേറൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് മെത്തേഡ്. മാസങ്ങളോളം കേടാകാതിരിക്കും ഈ രീതിയിൽ ചെയ്താൽ. അത് കാണിക്കട്ടെ എങ്ങനെയാണെന്ന്. ഒരു കണ്ടെയ്നർ, അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ നമുക്ക് എത്ര വേണം അത്ര സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മതി. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം, പാത്രം അടയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൻ്റെ സാധാരണ തട്ടിൽ വെച്ചാൽ മതി. ഇങ്ങനെ മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാണ്ടിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെയുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അല്ലേ എളുപ്പം നമുക്ക്. അതാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇനി മൂന്നാമത്തെ കിച്ചൺ ടിപ്പ് പറയട്ടെ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എന്താണ്? കുക്കറിൻ്റെ അകത്തെ വൃത്തി. അതായത് കുറേ ആകുമ്പോൾ അതിനകത്തൊക്കെ ഡാർക്ക് കളറൊക്കെ വരും. എത്ര കഴിക്കാനും വൃത്തിയാവാത്തൊരവസ്ഥ. അതുപോലെ ഇൻഡാലിയത്തിൻ്റെ പാത്രങ്ങൾ, അടുക്കി പിടിച്ച പാത്രങ്ങൾ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ അതിന് എളുപ്പമുള്ള പരിപാടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുക്കർ ഏതാണ്ട് കുളമാണ്, റെഡ് കുക്കർ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. ഈ അടയാളമൊക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഇത് മാറ്റിയെടുക്കാനുള്ള ശ്രമം.
അപ്പോൾ നമ്മുടെ കുക്കറിനകത്തേക്ക് 2-3 കാര്യങ്ങൾ, അതായത് കുറച്ച് നമ്മൾ തുണി അലക്കുന്ന സോപ്പ് പൊടി, വാഷിംഗ് പൗഡർ. അപ്പോൾ വാഷിംഗ് പൗഡർ 1 ടീസ്പൂൺ നിറച്ചെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സോഡാപ്പൊടി 1 ടീസ്പൂൺ നിറച്ച സോഡാപ്പൊടി. പിന്നെ കുറച്ച് നാരങ്ങ നീര്, 1 നാരങ്ങയുടെ നീര്. അതിൻ്റെ റിയാക്ഷൻ നോക്കി പതയുന്നുണ്ടോ, അതാണ് നാരങ്ങ വിത്ത് സോഡാപ്പൊടി ഇങ്ങനെ ആവുക. വെള്ളം, കുറച്ച് വെള്ളം കൂടി വേണം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര ക്ലിയറായി കിട്ടണം അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആയിക്കോട്ടെ, ഇനി നമ്മളിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇത് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ കുറച്ച് നേരം. അത് കഴിയുമ്പോൾ ക്ലീനായിട്ട് വരും. ആക്ച്വലി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, എങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന പാത്രമോ അഴുക്കായ പാത്രങ്ങൾ കണ്ടിന്യൂസ് യൂസ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ അടുക്കി പിടിക്കുകയാണെങ്കിൽ, പാത്രത്തിൽ അടുക്കി പിടിക്കുകയാണെങ്കിൽ ഇളക്കാനൊക്കെ പാടില്ല. ആ സമയത്ത് ചീൻചട്ടി ആണെങ്കിലോ ഫ്രൈങ് പാൻ ആണെങ്കിലോ ഇതുപോലെ ചെയ്താലും നീറ്റായിട്ട് ഇളകി വരും. ഈ കുക്കേഴ്സിനൊക്കെ നല്ലതാണ്, ഇറ്റാലിയത്തിനൊക്കെ ഭയങ്കര നല്ല, ഈവൻ നോൺ സ്റ്റിക്കിൽ എല്ലാത്തിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിവിടെ കണ്ടിന്യൂസ് ജോലി തുടങ്ങിയപ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടാഞ്ഞിട്ട് ഇതിടയ്ക്ക് ചെയ്യാതെ ഇരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ചെയ്യണം തോന്നുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഐഡിയലി സ്പീക്കിംഗ് എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളാക്കി വെക്കാൻ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ സോഡാപ്പൊടിയും കൂടി ഉള്ളതുകൊണ്ട് ആ റിയാക്ഷൻ കൊണ്ട് ഇങ്ങനെ പൊങ്ങി പതഞ്ഞൊക്കെ വരും. കുഴപ്പമില്ല, തീ അപ്പോൾ സിമ്മിലാക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. തിളച്ചൊരു 10-15 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. അപ്പോൾ നോക്കിയാൽ നല്ലതായിട്ട് തിളയ്ക്കുന്നത്. തിളയ്ക്കുന്നൊരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ഇത് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ തീ കുറച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് തിളച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു 10-15-20 മിനിറ്റോളം തിളപ്പിച്ചു. ഇനി ഓഫ് ചെയ്തു. ഇത് നോക്കിക്കോളൂ, ഇതിപ്പോൾ നല്ലതായിട്ട് ഇനി ഇളകി വരും. ഇനി ഇതിനകത്ത് നമ്മൾ നന്നായിട്ട് പിന്നെ മെറ്റൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇളകി വരുന്ന നോക്കിക്കോളൂ. ഇറ്റ്സ് വെരി ഹോട്ട്. അല്പം തണുക്കാൻ സമയം കൊടുത്തിട്ട് ചെയ്താലും മതി. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇത് കാണുന്നുണ്ടല്ലോ, ഇളകി തുടങ്ങി. ഈ കരി പോലെ ഇരുന്ന ഭാഗമെല്ലാം ഇളകി വരും. ഒരല്പം നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ലൈസോൾ പോലെയൊക്കെ ഉള്ള, അതിലൊരല്പം ഒഴിക്കാം. കരി ഇളകുന്ന പോലെ ഇത് ഇളകുന്നുണ്ടോ? കുറേ കാലമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കാണ് ഇളകി വരുന്നത്. കരിഞ്ഞതും ഇങ്ങനെ നമ്മുടെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന റിസൾട്ടാണ്. ഈ സ്ക്രബ്ബറിൻ്റെ ഈ ഭാഗമായിരിക്കും നല്ലത്. നല്ല ബലമായിട്ടിങ്ങനെ തേച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കട്ടെ. ഇത് കളർ നോക്കി, ഇത്ര അഴുക്ക് കുക്കറിലുണ്ടായിരുന്ന അഴുക്ക് നോക്കി. വെള്ളത്തിൻ്റെ നിറക്കണ്ടല്ലോ, ഇത്രയും ഇതിനകത്തുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, പള തിളക്കുന്നു. പെർഫെക്റ്റ്. ഇനി വേണമെങ്കിൽ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കാം എത്ര വേണമെങ്കിലും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്തിട്ട് പിന്നെ ഈ ലൈസോൾ പോലെയുള്ള നമ്മൾ ഫ്ലോർ ക്ലീനിങ് ഉപയോഗിക്കില്ലേ, അതാണ് കുറച്ചെടുക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ കഴുകുന്നത്, തേച്ച്. ഓക്കെ, മറ്റതിങ്ങനെ ആക്ച്വലി പിന്നെ ഇളകിയിരിക്കുമായിരിക്കും അഴുക്കെല്ലാം. പിന്നെ ഇതും കൂടി ചേർത്ത് കഴുകുമ്പോൾ ഡബിൾ ഇഫക്റ്റ് ആയിരിക്കും. പുതിയതുപോലെ ഇതിൻ്റെ പുറത്തുള്ളവർക്കും ഇതുപോലെ ഇത് കുറച്ച് പറഞ്ഞല്ലോ, ലൈസോൾ പോലുള്ള കാര്യം കുറച്ചെടുത്തിട്ട് ഇനി ഇച്ചിരി നാരങ്ങയുടെ തോടിൽ കുറച്ച് സോഡാപ്പൊടി. ഓക്കെ, അതിരിക്കട്ടെ. കളർ വരുന്ന നോക്കി. ഇനി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ വാഷിംഗ്, നമ്മൾ ഫ്ലോർ ക്ലീനർ.
ഓ, പള തിളങ്ങുന്ന പുതിയ കുക്കർ. അപ്പോൾ കുക്കറിൻ്റെ പൂർവ്വസ്ഥിതി എന്തായിരുന്നു എന്ന് കണ്ടതാണല്ലോ അല്ലേ. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ക്ലീൻഡ്, സോ നൈസ്. എല്ലാം പുറവും അകവും എല്ലാം ബാക്ക് സൈഡും ഒക്കെ നീറ്റായി. നല്ല, ഞാൻ വെറുതെ അല്ലാതെ മനസ്സിലായില്ലേ. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ ക്ലീനിങ് മെത്തേഡ്. ഇത് നമ്മുടെ ഏത് പാത്രമാണെങ്കിലും അടിക്ക് പിടിച്ചാലും ഒക്കെ ഇങ്ങനെ കതിയൊക്കെ പെട്ട് ഇങ്ങനെ പുരണ്ടിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ വിനാഗിരി, ഇപ്പം നാരങ്ങ തന്നെ പോലെ വിനാഗിരി ഉപയോഗിക്കാം. പിന്നെന്താ പറയുക, പിന്നെ സോഡാപ്പൊടിയുടെ അളവ് ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കുക, ആവശ്യാനുസരണമാണ്. കൂടുതൽ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ കൂടുതൽ സോഡാപ്പൊടി, ഇപ്പോൾ 1 ടീസ്പൂൺ എന്നുള്ള 1 ടേബിൾ സ്പൂൺ ആകാം, കുറച്ച് കൂടുതലാകാം. പിന്നെ നാരങ്ങ ഇതുപോലെ തന്നെ വിനാഗിരി 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം. അപ്പോൾ ആ സോപ്പ് പൊടി വാഷിംഗ് സോപ്പ്, അതായത് തുണി അലക്കുന്ന സോപ്പ് പൊടിയാണ്, അതിൻ്റെ കൂടെയാണ് വിനാഗിരി ഓർ ലെമൺ ജ്യൂസ്, അതിനോടൊപ്പം സോഡാപ്പൊടി. ഇത്രയാണ് അതിൻ്റെ തിളപ്പിക്കാൻ ആവശ്യമുള്ള വെള്ളം. വാഷിംഗ് സമയമാകുമ്പോഴാണ് ഫ്ലോർ ക്ലീനറായിട്ട് ഉപയോഗിക്കുന്ന ലൈസോൾ പോലെയുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന കാര്യമല്ലേ എടുക്കുള്ളൂ. പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വരുന്നത്. അതിങ്ങനെ നന്നായിട്ട് തേച്ച് അരച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഹാർഡായിട്ടുള്ള സർഫസ് അല്ലേ, അപ്പോൾ നല്ല സ്ക്രബ് ചെയ്ത് കരി ഇളകി വരുന്ന സ്പീഡ് നിങ്ങൾ കണ്ടല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ ഉൾഭാഗം കാണിക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. എനിക്ക് എന്ത് കളറ്, മോശമല്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ എല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇറങ്ങി തിരിച്ച സമയം, അപ്പോൾ ഇതിപ്പോൾ ഇഷ്ടംപോലെ സമയമുള്ള സമയം രാത്രിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് കിച്ചൺ ടിപ്സായിട്ട് തന്നെ കാണിക്കാൻ വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തു. നമ്മുടെ വെളുത്തുള്ളി തൊലിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ, നാളത്തെ കാര്യങ്ങളും മറ്റന്നാളത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യാം. കൂട്ടത്തിൽ നാരങ്ങ എപ്പോഴും എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. നാരങ്ങ നീര് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നാരങ്ങയും പ്രിസർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഞാൻ പ്രിസർവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചത്. പണ്ട് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കായിരുന്നു. എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി കൊള്ളാം, ഈസി മെത്തേഡാണ്. പേപ്പർ പൊതിഞ്ഞ് വെച്ചാലും കുറേ നാൾ കേടാകാണ്ടിരിക്കും, എണ്ണ പുരട്ടി വെച്ചാലും കേടാകാണ്ടിരിക്കും. അങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കട്ടെ, ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ തരിക, കമൻറ്റ് ബോക്സിലേക്ക് വരിക. ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.